നിങ്ങൾ എണ്ണം നോക്കണ്ട. 12 ശിഷ്യന്മാർ തികച്ചില്ലായിരുന്നു യേശു അവരെ കമ്മീഷൻ ചെയ്യുമ്പോൾ. ഒരാൾ ഓൾറെഡി സൂസൈഡ് ചെയ്തു. 11 പേരെ ഉള്ള. ആ 11 പേരിൽ ഒരാളാണ് ഇവിടെ നമ്മുടെ ഇവിടെ ഈ യേശുവിനെ അറിയാൻ കാരണം അല്ലേ. സോ ഇറ്റ്സ് നോട്ട് ഇൻ ദ നമ്പേഴ്സ്. നിങ്ങൾ ഒരാൾ സൺസ് ഓഫ് ഗോഡ് ആയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റഡ് ആകുമ്പോൾ, ക്രിസ്തു ഉയർത്തപ്പെട്ടു കഴിഞ്ഞാൽ ഐ വിൽ ഡ്രൂ, സകലരെയും ഞാൻ എന്നിലേക്ക് ആകർഷിക്കപ്പെടും. ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഈ മൈൻഡ് സെറ്റ്. ഇപ്പോഴും വി തിങ്ക്, വി ഫീൽ, വി ഇമാജിൻ, വി വിഷ്വലൈസ് എല്ലാം ചെയ്യുന്നത് അയ്യോ ഞാനൊരു അരിഷ്ട മനുഷ്യൻ. പൂപ്പയും ബട്ടർഫ്ലൈയും തമ്മിലുള്ള ഡിഫറൻസ് പോലെ ആഡമിക് റേസും 42nd ജനറേഷൻ ആയ ഞാനും നിങ്ങൾ ക്രൈസ്റ്റ് ജനറേഷൻ തമ്മിൽ വ്യത്യാസമുണ്ട്. ബട്ടർഫ്ലൈ ഒരിടത്ത് പോയി ഇരുന്നിട്ട് പറയുക അയ്യോ ഞാൻ ഏഴയാ, പുഴുവാ, ഞാൻ ഇങ്ങനെ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he cannot fly it. He is already designed to fly. The same way ഞാനും നിങ്ങളും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന നിലയിലാണ്. അവർ DNA is. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ജഡത്താലല്ല, യു ആർ നോട്ട് ബോൺ അഗെയിൻ ബൈ ദ വിൽ ഓഫ് മാൻ. പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നത്രേ. നിങ്ങളുടെ ജീൻ ദൈവത്തിൽ നിന്നുള്ളതാണ്.